ഞാൻ സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞ ലക്ഷണങ്ങൾ, ആ ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം പരിശോധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവൂല ഹത്താ യകൂന ഹവഅഹു തബഅൻ ലിമാ ജീതു ബിഹി, ഞാൻ എന്തൊരാശയവുമായിട്ടാണോ വന്നത്, ഞാൻ എന്തൊരാദർശവുമായിട്ടാണോ വന്നത്, ആ വന്നതിനോട് മനുഷ്യന്റെ മനസ്സ് യോജിക്കാത്ത കാലത്തോളം, പിന്തുടരാത്ത കാലത്തോളം നിങ്ങളിൽ ഒരാളും മുഅ്മിനാവൂല. ഒരു ശരിയായ മുഅ്മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതിൽ അവന് സന്തോഷമാണ്. നബി തങ്ങൾ വിരോധിച്ചത് എന്താണെങ്കിലും അവൻ അതിനോട് വെറുപ്പാണ്. അങ്ങനെ മനസ്സുകൊണ്ട് ഈമാനുണ്ടോ അവൻ അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചതിനോട് സന്തോഷമുള്ളവനാകും. ഏതൊരു വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വിരോധം പറഞ്ഞു അതിനോടവന്റെ മനസ്സിൽ വെറുപ്പാകും. അത് മനുഷ്യന്റെ സ്വഭാവമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അജബൻ ലി അംരിൽ മുഅ്മിനി അൽ അംറു കുല്ലുഹു ലഹു ഖൈർ, ഇൻ അസാബതുഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബതുഹു ദറാഉ സബറ ഫകാന ഖൈറൻ ലഹു. ഒരു ശരിയായ സത്യവിശ്വാസിയുടെ സമീപനമെന്താണ്? അവന്റെ കാര്യത്തിൽ ഞാൻ സന്തോഷിക്കുന്നു, അവന്റെ കാര്യത്തിൽ ഞാൻ അല്ലാഹു ജല്ല ജലാലുഹു അവന് കൊടുത്ത കാര്യം വളരെ സന്തോഷകരം തന്നെ, അത്ഭുതകരം തന്നെ. എന്താണ് കാരണം? ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, ഒരു മുഅ്മിനായ മനുഷ്യന് സർവ്വ വിഷയങ്ങളും ഖൈറാണ്. ഈമാനുള്ള മനുഷ്യന് സർവ്വ വിഷയങ്ങളും ഖൈറാണ്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, അത് മുഅ്മിനായ മനുഷ്യനല്ലാതെ മറ്റാർക്കും അതില്ല. മുഅ്മിനായ മനുഷ്യന് സർവ്വ വിഷയങ്ങളും ഖൈറാണ്. എന്താണ് കാരണം? ഇന്ന അസാബതുഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു, അവന്റെ മനസ്സിനൊരു സന്തോഷം കൈവന്നാൽ ആ സന്തോഷത്തിൽ അവൻ മതിമറക്കുകയില്ല. അവൻ മതിമറന്നുകൊണ്ടൊന്നും അവൻ സംസാരിക്കുകയില്ല, അഹങ്കരിക്കുകയില്ല. മറിച്ച് അവന്റെ മനസ്സിൽ ഇതെനിക്ക് തന്നതെന്റെ റബ്ബാണ്, ആ റബ്ബിന് ഞാൻ നന്ദി ചെയ്യേണ്ടതുണ്ട്. എനിക്ക് ആരോഗ്യം റബ്ബ് തന്നു, ആ ആരോഗ്യം കൊണ്ട് ഞാൻ സുന്നത്ത് നിസ്കരിക്കേണ്ടതുണ്ട്. എനിക്കെന്റെ റബ്ബ് സമ്പത്ത് തന്നു, അത് ഞാൻ ആവശ്യത്തിന് ചെലവഴിക്കേണ്ടതുണ്ട്. എനിക്കെന്റെ റബ്ബ് നാവ് തന്നു, ആ നാവ് കൊണ്ട് ഞാൻ നല്ലത് മാത്രം സംസാരിക്കേണ്ടതുണ്ട്. അല്ലേ? ഇസ്ലാം, ഇസ്ലാം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ചോദ്യം. അവിടുത്തെ മറുപടി തന്നെ ത്വയ്യിബുൽ കലാം വ ഇത്ആമുൽ തആം, നല്ല സംസാരമാണ് ഇസ്ലാം. ആഹാരം നൽകലാണ് ഇസ്ലാം. ഇസ്ലാം തീവ്രവാദമല്ല, ഇസ്ലാം ഭീകരവാദമല്ല, ഇസ്ലാം മറ്റുള്ളവരെ തെറി പറയലല്ല, മറ്റുള്ളവരെ കുറ്റം പറയലല്ല, മറ്റുള്ള മനുഷ്യനെ നിസാരപ്പെടുത്തലല്ല. ഇസ്ലാം നല്ല സംസാരമാണ്. മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകലാണ് ഇസ്ലാം, ആഹാരം നൽകലാണ് ഇസ്ലാം. കൈകൊണ്ട് നൽകുന്നത് ഏറ്റവും നല്ലത്, നാവ് കൊണ്ട് നൽകുന്നത് ഏറ്റവും നല്ലത്. ഇങ്ങനെ നല്ലത് മാത്രം വിതരണം ചെയ്യുന്നവനാണ് മുസ്ലിം. അതുകൊണ്ട് തന്നെ അൽ മുസ്ലിമു മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വ യദിഹി, ഒരു ശരിയായ മുസ്ലിം, ശരിയായ മുഅ്മിൻ അവന്റെ സ്വഭാവം എന്താണ്? അവന്റെ നാവ് കൊണ്ട് ശല്യമില്ല, കൈകൊണ്ട് ശല്യമില്ല. അങ്ങനെയുള്ള മനുഷ്യനാണ് മുസ്ലിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ? എപ്പോഴും നന്ദി ചെയ്യണമെന്ന ബോധം. എനിക്ക് അല്ലാഹു ഇന്ന ഒരു നിഅമത്ത് ചെയ്തു, അത് ഞാൻ നന്ദി ചെയ്യണം. ഒരു പണ്ഡിതനാണോ, അദ്ദേഹത്തിന്റെ മനസ്സിൽ എനിക്ക് അല്ലാഹു തആല പറഞ്ഞ അറിവ് തന്നു, ആ അറിവ് ഞാൻ ജനങ്ങൾക്ക് എത്തിക്കണം, അതെന്റെ ബാധ്യതയാണ്. ഞാൻ പഠിച്ച അറിവ് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കണം, എന്റെ ബാധ്യതയാണ്. എനിക്ക് അല്ലാഹു ജല്ല ജലാലുഹു ഒരു നല്ല കാര്യത്തിൽ പങ്കുചേരാൻ അവസരം തന്നു. ഞാൻ എന്റെ സമയം പൂർണ്ണമായി നല്ല കാര്യത്തിൽ ഉപയോഗിക്കാൻ ഞാൻ കാണണം. എന്ത് നിയമത്തെ അല്ലാഹു തന്നോ ആ തന്നത് ഞാൻ അല്ലാഹുവിനെ ശുക്ർ ചെയ്യണം. ഇത് നല്ല നിയമത്ത് ഒരു വിഷയത്തിൽ അല്ലാഹു തന്നാൽ അതിൽ തിരിഞ്ഞു പോകാൻ പാടില്ല. അയ്യബ്ബിയുടെ സമീപത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഷാമിൽ കച്ചവടത്തിന് പോകുന്ന ആളാണ്, കച്ചവടത്തിൽ വർക്കത്തുണ്ട്, മോശമൊന്നുമില്ല. ഞാനിപ്പോൾ എന്റെ കച്ചവടം മറ്റൊരു പ്രദേശത്തെ ഈജിപ്തിലേക്ക് അല്ലെങ്കിൽ ഇറാഖിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. ഈ പ്രാവശ്യം ഞാൻ മറ്റൊരു സ്ഥലത്ത് ബിസിനസ് പോകാൻ തീരുമാനിച്ചു. അയ്യബ്ബിയുടെ പറഞ്ഞു പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ ഒരു സ്ഥലത്ത് ബിസിനസ് നടത്തുമ്പോൾ
ആ സ്ഥലത്തോട് അല്ലാഹു ബർക്കത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പോകുന്ന സ്ഥലത്തിന്റെ പോയാൽ മതി. ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യൻ അല്ലാഹുവിന്റെ നിയമത്തിൽ ഒളിച്ചോടാൻ പാടില്ല. നിയമത്തെ സംബന്ധിച്ച് ബോധം വേണം. അവൻ അല്ലാഹുവിനെ ശുക്ർ ചെയ്യണം. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറഞ്ഞു ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. ഏത് കാര്യമാണ് ഖൈർ? അത് മുഅ്മിനായ മനുഷ്യനുള്ളതാണ്. ഏത് നന്മ കിട്ടിയാൽ അവൻ നന്ദി ചെയ്യും, ഖൈറായി. ഒരു പ്രയാസം അവന് സംഭവിച്ചാൽ അവൻ ക്ഷമിക്കും. ക്ഷമിക്കുമ്പോൾ വലിയ പ്രതിഫലം അല്ലാഹു നൽകും. സുബ്ഹാനല്ലാഹ്. ചില ആളുകളുണ്ട് എന്ത് പ്രശ്നം വന്നാലും ക്ഷമിക്കാൻ കഴിയില്ല. അവർ വേവനാദി പറയും. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളിൽ ഒന്നും തന്നെ ക്ഷമിക്കാൻ കഴിയാത്ത ചില ജനങ്ങൾ. സഹോദരന്മാരെ, അത് ഈമാനുള്ളവന്റെ ലക്ഷണമല്ല. എന്ത് പ്രശ്നം വന്നാലും ക്ഷമിക്കാൻ കഴിയണം. അല്ലാഹു ഒരു മനുഷ്യനെ തീരുമാനിച്ചത് മറികടക്കാൻ ഒരു ബുദ്ധി കൊണ്ടും സാധ്യമല്ല, സാമർഥ്യം കൊണ്ട് സാധ്യമല്ല, അധികാരം കൊണ്ട് സാധ്യമല്ല, ഒന്നുകൊണ്ടും സാധ്യമല്ല. ഇതിനെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരാകണം. ആ ബോധമില്ലെങ്കിൽ നീ എന്നും പ്രയാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അല്ലാഹു നിനക്ക് അംശയിച്ച് തന്നതുകൊണ്ട് നീ തൃപ്തിപ്പെടുക. നിനക്ക് ജനങ്ങളിൽ ഏറ്റവും വലിയ ഐശ്വര്യക്കാരനാകാം. എത്ര ഉണ്ടായാലും എന്ത് കിട്ടിയാലും സുബ്ഹാനല്ലാഹ് മനസ്സിന് സമാധാനമില്ലാത്ത ചില ആളുകളില്ലേ. എന്തുകൊണ്ടാണ്? അല്ലാഹുവിന്റെ വിശ്വാസത്തിന്റെ കുറവാണ്. നിങ്ങൾ ഓർക്കണം, അല്ലാഹു ലോകത്ത് തീരുമാനിച്ച കാര്യങ്ങൾ അത് നടന്നേ പറ്റൂ. അത് സംഭവിക്കുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആരെയും ആക്ഷേപിക്കേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയാം. നമ്മൾ വീട്ടിൽ നോക്കുമ്പോൾ കരണ്ടില്ല, അപ്പോഴേക്ക് പിടിച്ചിലേക്ക് ഭാര്യ കൊണ്ടു. ചില മനുഷ്യന്മാരെ ഹാലാണ് ഇത്ര കൂടുതൽ അങ്ങനത്തെ ആളുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഭാര്യ കൊണ്ടിരിക്കുന്നു, എന്താ കരണ്ടില്ലാത്ത ഇവള് പറഞ്ഞത് വീട്ടല്ല. എന്നാ പിന്നെ നേരത്തെ തന്നെ വിളിച്ചുകൂടായിരുന്നോ? നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞതായിരുന്നു. സുബ്ഹാനല്ലാഹ്. എല്ലാ ഓഫീസ് വർക്കും ഇവള് നടത്തണം. ഇവനോ ഇവൻ നേരത്തെ പോയി. ഇവന് കുറെ വിളിച്ചു പിടിച്ചു, ഇവിടെ കുറെ പറഞ്ഞു. അല്ലെങ്കിൽ എന്തോ ഒരു സാധനം കാണാതെ അപ്പോഴേക്ക് ദേഷ്യം പിടിച്ചു. അതിന് കുറേ എന്നിട്ട് പറഞ്ഞു, ഭാര്യനെ പറഞ്ഞു, അല്ലെങ്കിൽ മക്കളെ പറഞ്ഞു. ഭയങ്കര ചൂടായി സംസാരം. വാസ്തവത്തിൽ അതിന്റെ ശ്രദ്ധിച്ചൂടായിരുന്നോ? അത് അങ്ങനെ ആയിക്കൂടായിരുന്നോ? ഇങ്ങനെ ആയിക്കൂടായിരുന്നോ? കുറേ കാര്യം ഏതൊരു മനുഷ്യനും ആലോചിക്കണം. പഠിക്കാൻ വേണ്ടി പറയണം, പഠിക്കാൻ വേണ്ടി പറയണം. അതിന് നേരില്ലാതിരിക്കാൻ വേണ്ടി, ഇനി നേരിൽ പാഠം പഠിക്കാൻ വേണ്ടി എന്റെ ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ട്. ആ ന്യൂനത സംഭവിച്ചത് ശരിയായിട്ടില്ല, അത് പരിഹരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇനി ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന നിലയ്ക്ക് പഠിക്കാൻ വേണ്ടി കീഴിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. അതേസമയം അത് പിന്നെ ഇങ്ങനെ എപ്പോഴും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരിക്കൽ പറഞ്ഞിട്ട് നിർത്തൂല, അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും ഓർമ്മിച്ച് വെക്കുക, എപ്പോഴും ആക്ഷേപിക്കുക. ഇങ്ങനെ ചില സ്വഭാവങ്ങളാണ് മനുഷ്യന്മാർ. ആ സ്വഭാവമുള്ള മനുഷ്യരിൽ നിന്ന് ജനങ്ങൾ അകന്നു പോകും. അത് കുടുംബക്കാരാണെങ്കിലും, സ്വന്തം മക്കളാണെങ്കിലും, ഭാര്യയാണെങ്കിലും, ശിഷ്യന്മാരാണെങ്കിലും, ആരാണെങ്കിലും അകന്നു പോകും. അതേസമയം മക്കളെ വിളിച്ച് ഉപദേശിക്കണം, ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളണം. ഇങ്ങനെ ഇവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇനി വേണ്ടി ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഒരു കടയിൽ ബിസിനസ് നടത്തുമ്പോൾ സെയിൽസ്മാൻമാർ, ജോലിക്കാരാണ്, അവരുടെ ബിസിനസ് രംഗത്ത് അവർ സമാഗതം സംഭവിച്ചതായി നമുക്ക് ബോധ്യപ്പെട്ടാൽ അവരോട് സ്വകാര്യത്തിൽ കാര്യം മനസ്സിലാക്കി കൊടുക്കും. ഇന്ന് അബദ്ധം പറ്റിയിട്ടുണ്ട്, നിങ്ങൾ നോക്കേണ്ടതായിരുന്നു, ശ്രദ്ധിക്കേണ്ടതായിരുന്നു, ഇനി വേണ്ടി അങ്ങനെ ഉണ്ടാകരുത്. അപ്പൊ അവർക്കും വിഷമം ഉണ്ടാവില്ല. പഠിപ്പിച്ചതിന് നന്ദിയാണ് അവർ മനസ്സിൽ തോന്നുന്നത്. നേരെ മറിച്ച് അതിന്റെ എങ്ങനെയാ എന്നെ കൊണ്ടാകും ഇങ്ങനെയാണ് ആളുകൾ എന്നൊക്കെ പോയി. വാസ്തവത്തിൽ അല്ലാഹുവിന്റെ തീരുമാനത്തെ മറികടക്കാൻ ഒരു മനുഷ്യൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ. ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഇൻഫാദ അംരിൻ കനബ കുല്ലി ദീ ലുബ്ബിൻ ലുബ്ബഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷയം ഇവിടെ നടപ്പാക്കണം എന്ന് അവൻ തീരുമാനിച്ചാൽ, അവൻ ഉദ്ദേശിച്ചാൽ, അവൻ അതിൽ ഇഷ്ടപ്പെട്ടാൽ കനബ കുല്ലി ദീ ലുബ്ബിൻ ലുബ്ബഹ. ബുദ്ധിയുള്ളവരുടെ ബുദ്ധി അല്ലാഹു തെളിയിക്കും. ചിലപ്പോൾ നമുക്ക് തോന്നും, ഇയാൾ ഇത്ര വലിയ താമസമുള്ള ആളായിട്ട് ഇയാളെ ഈ ഇത്ര വലിയ താമസമുള്ള ഈ മനുഷ്യൻ എങ്ങനെ ഈ പഠിപ്പിക്കുന്നത്
എന്ന് നമുക്ക് തോന്നും. ഇതിന് റിപ്പോർട്ടിൽ കാണാം. ആളുകൾ പറഞ്ഞു, അല്ലാഹു ജല്ല ജലാലുഹു ഒരു കാര്യം ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചാൽ നല്ല ആൺകുട്ടികളുടെ ബുദ്ധി അല്ലാഹു അവന്റെ തീരുമാനം അവരിവിടെ നടപ്പാക്കും. അവനെ നടപ്പാക്കി കഴിഞ്ഞാൽ അവരുടെ ബുദ്ധി അല്ലാഹു അവർക്ക് തിരിച്ചു കൊടുക്കും. ഇങ്ങനെ ഖേദമാണ്, ഞാനിങ്ങനെ പെട്ടുപോയത്, ഞാനിങ്ങനെ സംഭവിച്ചു പോയത്, ഇന്നലെ ഖേദം ഇങ്ങനെ ഉണ്ടാകും. ഇത് അല്ലാഹു ഒരു കാര്യം നടപ്പാക്കിയാൽ അത് മറികടക്കാൻ ഒരു ഹിക്മത്ത് കൊണ്ടും സാധ്യമല്ല.